സുഭാഷിതം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യാതൊരു ആവേശവുമില്ലാതെയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. സാധാരണ ഒരു യൂട്യൂബറെ സംബന്ധിച്ചിടത്തോളം ഏതൊരു വിഷയം അവതരിപ്പിക്കുന്നതിൽ ആവേശമുണ്ടാകും. അതുകൊണ്ട് തന്നെ ആവേശവുമില്ലാതെയാണ് വീഡിയോ അവതരിപ്പിക്കുന്നത്. വേദനയോടെ, സങ്കടത്തോടെ, ദുഃഖത്തോടെ, കഷ്ടത്തോടെ, വലിയ പ്രതിഷേധത്തോടു കൂടിയാണ്. ആരെയാണ് നമ്മൾ കുറ്റം പറയുക? 25 വയസ്സ് മാത്രം പ്രായമുള്ള മകൻ ലഹരിക്ക് അടിമപ്പെട്ട് അമ്മയെ നിരന്തരം പീഡിപ്പിക്കുന്നു, ബലാത്സംഗം ചെയ്യുന്നു. അമ്മയാണോ ആ 25 വയസ്സ് വരെ മകനെ വളർത്തിയ അമ്മയാണോ പ്രതി? ആ 25 വയസ്സുകാരനായ മകൻ 18 വയസ്സ് കഴിഞ്ഞിട്ട് തിരിച്ചറിവില്ലാതെ അമ്മയെ ബലാത്സംഗം ചെയ്ത മകനാണോ പ്രതി? ഇവർ രണ്ടുപേരുമല്ല, ഇവർക്ക് കൃത്യമായി കഞ്ചാവും മയക്കുമരുന്നും എത്തിക്കുന്ന ഏജൻസികളാണോ പ്രതി? അത് കണ്ടിട്ട് പിടിക്കാത്ത സർക്കാരാണോ? ഇവരെ പിടിക്കാത്തതല്ല, ഈ മയക്കുമരുന്നും കഞ്ചാവും ഒക്കെ പിടിക്കാത്ത സർക്കാരും എക്സൈസുമാണോ പ്രതി? അതോ ഇതൊക്കെ സഹിക്കേണ്ടി വരുന്ന ജനങ്ങളാണോ? വളരെ കൃത്യമായൊരു ചോദ്യമാണ്. അപ്പോഴാണ് ഇത് വേറൊരു വാർത്ത എൻ്റെ ശ്രദ്ധയിൽ വരുന്നത്. സ്വന്തം പിതാവ് മകളെ ഗർഭിണിയാക്കിയിരിക്കുന്നു. എത്ര ക്രൂരമാണൊരു ജനത നമ്മൾ! എന്തിനാണ് നമുക്ക് സാക്ഷരത? എന്തിനാണ് നമുക്കിവിടെ ആരോഗ്യ സംവിധാനങ്ങൾ? എന്തിനാണ് കേരളം ഒന്നാമതാണെന്ന് പറയുന്നു? എല്ലാം ശരിയാകുമെന്ന് എന്തിന് നമ്മൾ പറയുന്നു? നമ്മൾ ഹൃദയപക്ഷമാണ് പോലും, ജനപക്ഷമാണ്. ആരുടെ ഹൃദയം, ആരുടെ ജനം? ഒറ്റപ്പെട്ട സംഭവമല്ല. ഒരു സംഭവം നൂറ്റാണ്ടിലൊരിക്കൽ ഉണ്ടായി, സമ്മതിച്ചു, അല്ലെങ്കിൽ 50 വർഷത്തിലൊരിക്കൽ ഉണ്ടായി, അങ്ങ് വരും. പണ്ട് കാലത്ത് ഞാൻ എൻ്റെ ഗ്രാമത്തിൽ താമസിക്കുമ്പോൾ, ഇപ്പം നഗരത്തിലാണ് താമസിക്കും, ഗ്രാമത്തിൽ താമസിക്കുമ്പോൾ മാർക്കറ്റിൽ പോകും, സാധനം വാങ്ങിക്കാൻ ചന്തയിൽ പോകും. അപ്പോൾ 5 പൈസ 10 പൈസയൊക്കെ ഉള്ളൂ ഓരോ സാധനത്തിൻ്റെ വില. 1 പൈസയൊക്കെ ഉള്ള വിലയുള്ള കാലമുണ്ട്. അത് വാങ്ങാൻ പോകുമ്പോൾ ഒരാൾ ചപ്ലാങ്കട്ട എന്ന് പറയുന്നൊരു സാധനം ഒരു കയ്യിൽ ഇങ്ങനെ വെച്ചിട്ട് ചപ്ലാങ്കട്ട എന്ന് പറയുന്നൊരു സാധനം വെച്ച് ഇങ്ങനെ അടിക്കും. എന്നിട്ടൊരു കുഞ്ഞ് പുസ്തകം, ഒരു 10-15 പേജുള്ള ഒരു കുഞ്ഞ് കൈപ്പുസ്തകം, നമ്മൾ ഈ ദേവി മഹാത്മ്യമൊക്കെ വാങ്ങിക്കുമ്പോൾ കുഞ്ഞ് പുസ്തകം ഉണ്ടല്ലോ, ആ കുഞ്ഞ് പുസ്തകം വെച്ചിട്ട് വെച്ചിട്ടാണ് വായിക്കുന്നത്. അതും 5 പൈസയായിരിക്കും ആ പുസ്തകത്തിൻ്റെ വില. ആ പുസ്തകത്തിൽ ഏതോ നാട്ടിൽ ആരെയോ ബലാത്സംഗം ചെയ്ത കഥയാണ്. അപ്പോൾ നമ്മൾ ഒരു കൗതുകം കൊണ്ട് 5 പൈസ കൊടുത്ത് അത് വാങ്ങിച്ചുകൊണ്ട് പോകും. ആണ്ടിലൊരിക്കലോ 10-20 വർഷം കൂടുമ്പോഴൊക്കെ എവിടെയെങ്കിലും നടക്കുന്നൊരു വിഷയമാണത്. ഇവിടെ വളരെ കൃത്യമായി കേരളത്തിൽ പലയിടങ്ങളിലും 7ാം ക്ലാസ്സിൽ 17 വയസ്സായ പെൺകുട്ടി പ്രസവിക്കുന്നു. കല്യാണം കഴിക്കണമെങ്കിൽ 18 വയസ്സ് വേണം. 34 വയസ്സുള്ള ഭർത്താവിനെ അറസ്റ്റ് ചെയ്യുന്നു. അമ്മയെ മകൻ പീഡിപ്പിക്കുന്നു, അമ്മ തന്നെ കൊണ്ട് കേസ് കൊടുക്കുന്നു. പലപ്പോഴും ആ വീട്ടിനകത്ത് വെറും ലൈംഗിക പീഡനത്തിനാണ് അമ്മ കേസ് കൊടുത്തിരിക്കുന്നത്. മകൻ തന്നെ റേപ്പ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ്. അമ്മ കള്ളം പറയാതിരിക്കട്ടെ. അമ്മമാർക്ക് അങ്ങനെ മക്കൾക്കെതിരെ കള്ളം പറയാൻ കഴിയുമോ? അമ്മ കള്ളമല്ല, സത്യമാണ് പറഞ്ഞതെങ്കിൽ അമ്മയെ മാപ്പ്. എന്താണ് ഇവിടുത്തെ അമ്മമാർക്ക് സംഭവിച്ചത്? നിങ്ങൾ നിങ്ങളുടെ മക്കളെ നന്നായി വളർത്തിക്കോളൂ. മക്കൾക്ക് നിങ്ങൾ ഒരു സമ്പാദ്യം ഉണ്ടാക്കി കൊടുക്കണ്ട. നിങ്ങൾ നല്ല സ്വഭാവത്തിൽ അവരെ വളർത്തൂ. സമൂഹത്തും ഇത് ശ്രദ്ധിക്കേണ്ട കാര്യമല്ലേ? മയക്കുമരുന്നിനും അടിമപ്പെട്ടുകൊണ്ട് മകൻ അമ്മയെ ബലാത്സംഗം ചെയ്യുന്നു, അച്ഛൻ മകളെ ഗർഭിണിയാക്കുന്നു, ചെറിയ കുട്ടികളെ ഉപദ്രവിക്കുന്നു, 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയെ ഗർഭിണിയാക്കുന്നു. എന്തൊരു നാടാണിത്! നശിച്ച് നാരായക്കല്ല് പുടുങ്ങുന്നൊരു സമൂഹമാകുമ്പോൾ നമ്മൾക്ക് വയനാടിലൂടെ തുരങ്കം വന്നതുകൊണ്ടോ, ഞാൻ തുരങ്കം വരണ്ടെന്നല്ല പറയുന്നത്, തുരങ്കം വന്നതുകൊണ്ടോ, തുരങ്കത്തിനെ സംബന്ധിച്ച് എനിക്ക് വേറെ അഭിപ്രായമുണ്ട്, വേണോ വേണ്ടേ എന്നെ സംബന്ധിച്ച്, കേരളയിൽ വന്നതുകൊണ്ടോ, വൻകിട വികസന പദ്ധതികൾ വന്നതുകൊണ്ടോ ഒരു സമൂഹം വികസിച്ചു എന്ന് പറയാൻ കഴിയില്ല. ഈ സാംസ്കാരിക അധപ്പതനത്തെ ഇല്ലായ്മ ചെയ്യാൻ ഇവിടുത്തെ ചാനലുകൾക്ക്, പത്രങ്ങൾക്ക്, മാധ്യമങ്ങൾക്ക്, സർക്കാരുകൾക്ക്, ഇവിടുത്തെ സംവിധാനങ്ങൾക്ക്, കോടതികൾക്ക് എന്തുണ്ടുത്തരം എന്നുള്ളതാണ് വർത്തമാനകാലം നമ്മോട് ചോദിക്കുന്നത്.